എടോ മൊത്തത്തിലേ നമ്മുടെ KCB-ക്കാരെ പറ്റിയിട്ട് നല്ല അഭിപ്രായം വന്നിട്ടുണ്ട് ആൾക്കാരുടെ ഇടയിൽ. അല്ല അവര് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോൺ എടുക്കും, കാര്യങ്ങളൊക്കെ പെട്ടെന്നായിട്ട് ചെയ്തു കൊടുക്കുന്നു പറഞ്ഞിട്ട്. ആരാണ് ഈ വ്യാജവാർത്ത പ്രചരിപ്പിക്കണ? നല്ല അസല് തെറി പറയണ ആൾക്കാരും ഉണ്ട് ഈ കൂട്ടത്തില്. വ്യാജവാർത്ത എന്നല്ലോ, മൊത്തത്തിലൊക്കെ കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണില്ലേ. എന്ത് കാര്യം? വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവരെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. അവരെന്താ വെച്ചാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സ്ഥിരം കുറ്റം പറയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ്. അതെ, ഇപ്പൊ നമ്മുടെ ഈ കറണ്ട് ബില്ലില്ലേ, അതിനെ കുറിച്ച് നല്ല പരക്കെ ആക്ഷേപമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് ഒന്നാമത്തെ കണ്ണിൽ പിടിക്കാനുള്ള ഇല്ല, ഇത്രേ ഉള്ളു കഷ്ണം. പിന്നെ 2-3 ദിവസം അടക്കി വെച്ചാൽ അതൊക്കെ മുഴുവൻ അക്ഷരവും മാഞ്ഞു പോകും. ഡിജിറ്റൽ ഇന്ത്യ അല്ലേ? ഡിജിറ്റൽ ഇന്ത്യ ആണെങ്കിൽ ആളുകൾക്ക് കാണണ്ടേ ഇത് എന്നാണ് അടക്കേണ്ടത്, എത്ര രൂപയാണെന്ന് കാണണ്ടേ, അതിനാണല്ലേ ബില്ല് കൊടുക്കണ. പിന്നെ ഈ ചെലവ് കുറയ്ക്കലിന്റെ ഭാഗമായിട്ടും അങ്ങനെ വരുവേ. സർക്കാർ ചെലവ് കുറയ്ക്കാൻ വേണ്ടിട്ട് സാധനം മറ്റത് വലിയൊരു മായല്ലേ. ഇനി മെസ്സേജ് വിടാൻ പോണ്ടെന്ന് പറയുന്നുണ്ട്. ഇതും നിർത്തിയിട്ട് മെസ്സേജ് വിടും, ഇത്ര രൂപയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആൾക്കാർ കണ്ടാ കണ്ടു, അതേ കിട്ടിയാ കിട്ടി. അവിടെ വിട്ടാല സമയമായിട്ടുണ്ട്. അടുത്തേക്ക് പോവാം. പൊക്കല്ലേ? മാലയുണ്ട്. സ്വർണ്ണാണോ? എവിടെ? സ്വർണ്ണം തോന്നണ്ടോ? ഈ വർഷം നിനക്കറിയോ ആ ബുക്ക കൂടോ? സ്വർണ്ണോടെ കനക സ്വർണ്ണോണ് എന്താ? എന്തൊരു കാര്യം ചെയ്തോ? അയ്യോ ഞാൻ കൊണ്ടുപോകണില്ല ഇതേ. പിന്നെ ആവശ്യക്കാർ വരും, കണ്ടിട്ട് നല്ല 3-4 പവനുണ്ട്. ഇതാരെങ്കിലും അന്വേഷിച്ചു വരും, നീ തന്നെ ഇത് വീട്ടിൽ കൊണ്ടുപോയി യുദ്ധം ഉണ്ടാവുന്ന ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. നീ തൽക്കാലം നീ ഇത് പിടിക്ക്, എൻ്റെ ഈ തരല്ലേ. ഒന്നാമത്തെ ഇതൊക്കെ കണ്ട അപ്പ ഞാൻ പണയം വെക്കും. നീ പിടിച്ചു പിടി. എന്റെ പൊന്നേ വരണേനല്ല, ഇനി ഇത് കളഞ്ഞു കിട്ടിയതിന് GST കൊടുക്കേണ്ടി വരുമെന്നാ എനിക്ക് പേടി. അതാ ഞാൻ നിന്റെ അടുത്ത് തന്നത്. സ്വർണം തന്നെയാണോ അറിയാൻ മാർഗം? സ്വർണ്ണോണ് ഞാൻ ഉരച്ചു നോക്കിയില്ലേ, അപ്പൊ അല്ലെങ്കിൽ വെളുത്തു വന്നാനെ അവിടെ. സ്വർണ്ണോണത്. ഉണ്ടാക്കി പറയല്ലേ. എന്താ നേരത്തെ? എന്നാ പിന്നെ കാര്യം ചെയ്യാം, ഞാൻ വീണ്ടും അങ്ങനെ പോയിട്ട് വൈകിട്ട് വരാം. അയ്യോ വേണ്ട, വാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വേറെ പണിയൊന്നുമില്ല. അല്ല രാവിലെ മുതലേ ഇവിടെ താമസാണോ? ഓ എന്റെ പൊന്നോ, ഞാൻ ഇപ്പൊ അങ്ങ് വന്നുള്ളൂ. ഏതായാലും രണ്ടുപേരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഞാനൊരു മാജിക് കാണിച്ചു തരാം. സാധാരണ കാണിക്കണ പൊട്ട മാജിക് ആണ് എനിക്ക് കാണുന്നത്. അല്ല ഇത് സൂപ്പർ മാജിക് ആണ്. മാജിക് കാണിച്ചു തരാം. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് എന്നെ ചിരിപ്പിക്കും. കാണിക്കട്ടെ? എന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട്. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എടുക്കും. നിന്റെ കയ്യിലുള്ള സാധനം ഞങ്ങൾ എങ്ങനെ അറിയണേ? കപ്പലണ്ടി. കപ്പലണ്ടി ഉണ്ട. മിഠായി അല്ല. അരിയുണ്ട അല്ല. ഞാൻ പറയാം, ഗുളിക മേടിക്കണം എന്ന് പറഞ്ഞു. അതൊന്നുമല്ല. പിന്നെന്താ? തോറ്റോ? 10 വരെ എണ്ണും. 1 2 3 എന്താ? 4 അയ്യോ നിക്ക അങ്ങനെ 5 6 ചെറിയ സാധനം എന്താ? തേനില മുട്ടായി. 7 നാരങ്ങ മുട്ടായി. 8 നാരങ്ങ മുട്ടായി തന്നെ 9 അല്ലേ? പറയട്ടെ? പറയാൻ പോണ്. തോറ്റു പറ. തോക്കൊന്നും വേണ്ട, ഞാൻ എടുക്കാം. തോറ്റു. 10. ഞാൻ തോറ്റില്ല കേട്ടോ. നീ തോൽക്കട്ടെ, പക്ഷെ ഞാൻ എടുക്കും. പിന്നെ എന്ത്? നോക്കിട്ട് തരാം. ഞാൻ നോക്കട്ടെ, ഞാൻ ഇപ്പഴല്ലേ കണ്ടേ. ഇതെന്താ എന്നോട് പറയാതെ മേടിച്ചത്? ഞാൻ ഇട്ട് നോക്കട്ടെ. നല്ല രസമുണ്ട്. കൊള്ളാതെ തിരിച്ച് വേഗം ഊരി തരണം. അതെനിക്ക് വഴിന്ന് കളഞ്ഞിട്ടിയതാ. വഴിന്ന് കളഞ്ഞിട്ടിയത് ആരും വരുമ്പോ കൊടുക്കണം. ഒന്ന് പോയിട്ടോ. സത്യം നല്ല രസല്ലേ? നല്ല രസം.
ഓ സാരിയുടെ ഒക്കെ കൂടെ നല്ല രസമായിരിക്കും. സ്വർണ്ണാണോന്ന് ഞങ്ങൾ അറിയാൻ വേണ്ടിട്ട് മറ്റേ ഒരു കടയിൽ കയറിയിട്ട് വരച്ചു നോക്കിയപ്പോ ഒറിജിനൽ സ്വർണ്ണ. സ്വർണ്ണാണ് പിന്നെ കണ്ടറിഞ്ഞൂടെ? നന്നായിട്ടില്ലേ? നല്ല രസമുണ്ട്. ഞാൻ താങ്ക് യു നിനക്കുള്ളതെന്നല്ല ഊരത് ആ ഊര് ഊര് കൊടുക്കണത് കൊടുക്കണ്ട വേറെ ആളുടെ മുതലല്ലേ. നിന്റെ ഉടമസ്ഥര് വന്നവരെ ഞാൻ ഇച്ചിരി ആരായിട്ടുണ്ട് അവിടെ കിട്ടാടാ. നാണുണ്ടടി നിനക്ക്. അപ്പൊ അവള് ഇട്ടതാ? അവള് വെറുതെ ഇട്ടല്ലേ? വേണ്ട 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 ഒന്നും വേണ്ട. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ കെട്ടിയവനോട് പറ, അവൻ അധ്വാനിച്ച പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് കഴുത്തിലണിയണം. അല്ലാതെ ഈ കളഞ്ഞു കിട്ടിയ സാധനം ഒന്നുമില്ല കഴുത്തിലണിയേണ്ടത്. വേറെ മാല ഇല്ലാത്തോണ്ടല്ലോ. എന്ത് വേറെ മാല ചേർത്ത്? അല്ലെങ്കിൽ നിനക്ക് ഇതൊന്നും കൊള്ളൂലടി. ഈ കൂലിയും വേലില്ലാത്ത അവന്റെ ഭാര്യക്ക് എന്തിനാണ് ഈ സാധനം? അതന്നെ. ഇത് നല്ല വില കൂടിയ ആളുകൾ ഉണ്ടാവും, നിനക്കും പറ്റൂല. നല്ലതാ, എനിക്ക് ഫോട്ടോ എടുക്കണം. ഫോട്ടോ ഒക്കെ എടുക്കാം. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അത് ഒരു തരാം. ഫോട്ടോ എടുക്കട്ടെ ആദ്യമേ, എന്നിട്ട് കൂടാ. നല്ലല്ലേ? പിന്നെ വെള്ളമില്ലേടി ഇവിടെ കുടിക്കാൻ? ഓ അകത്തുണ്ടെന്ന് പറഞ്ഞാ തൊണ്ട വരളുവാ. ഇത്തിരി ചൂടുവെള്ളം കിട്ടുമോ? ആ ആ പഠിക്കാൻ പറഞ്ഞാൽ ഒരു വകയും പഠിക്കരുത്. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അത് അനുസരിക്കരുത്. എപ്പോഴും ദേഷ്യം പിടിപ്പിച്ചോണം കേട്ടാ. അല്ല ഡാഡി, ഞാൻ വന്നപ്പോ തൊട്ട് ഇങ്ങനെ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. തങ്കം, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണ എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല കേട്ടോ. എന്താ കാര്യം പറയുന്നു? എന്നെ വില നിലയുള്ള ഒരാളുടെ കൂടെ കെട്ടിച്ചിട്ടെങ്കിൽ അവൻ എത്ര രൂപ ചെലവാകുമായിരുന്നു. അതെന്താ അവൻ ഓർക്കാത്തെ? അപ്പൊ ഞാൻ ലാഭമല്ലേ എന്നെ കൊണ്ടുണ്ടായിട്ടുള്ളൂ. എന്റെ തങ്കം, ഞാനേ നിന്നെ മാത്രമേ മനസ്സിൽ കണ്ടിട്ടുള്ളൂ. അല്ലാതെ അവന്റെ നക്കാപ്പിച്ച സ്വർണവും പണവും ഒന്നും എനിക്ക് അതിന്റെ ആവശ്യമില്ല. വാ, നിങ്ങളൊക്കെ ഇത് പറയാനല്ലേ അറിയുള്ളൂ. എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ ഇവിടെ ആരാ ഉള്ളെ? എന്നെ സ്നേഹിക്കാൻ ആരാ ഉള്ളെ? ഞാൻ ആരാ വേലക്കാരി? എന്റെ മോള് വലുതാവട്ടെ. അവള് വലുതായി ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോ ഞാൻ എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. അതന്നെ ആരെങ്കിലും വന്ന് ചിരിച്ചാണെങ്കിൽ ബാക്കൂടെ അങ്ങ് പോവോ നീ? ഇല്ലമ്മ, അമ്മയ്ക്ക് ഒറ്റ മണ്ടത്തരം എനിക്ക് പറ്റൂല. ബുക്കിൽ നോക്കിയിരുന്ന് പഠിക്ക്. നീ എന്തിനിങ്ങനെ എഴുതാപ്പുറം വായിക്കണേ? നിനക്കറിയാമോ, പാർട്ടി ഓഫീസിൽ ഓരോരുത്തന്മാർ പാർട്ടിയുടെ പ്രവർത്തനം അതിൻ്റെ പേരും പറഞ്ഞിട്ട് 24 മണിക്കൂറും പാർട്ടി ഓഫീസിൽ തന്നെയാണ് തീറ്റയും കൂടിയും ഉറക്കമൊക്കെ. ഭാര്യയും മക്കളെയും പോലും കാണാൻ പോകാറില്ല. ഞാൻ അങ്ങനെയാണോ? ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയ ഓടി നിൻ്റെ അടുത്ത് വരില്ലേ? പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ പറയുന്നേ? എന്താ ഇപ്പൊ പ്രശ്നം? പറയും. അനങ്ങനില്ലേ? അവനൊരു മാല കളഞ്ഞു കിട്ടി. മാലയോ? എന്ത് മാല? മുത്തുമാലയോ? സ്വർണത്തിന്റെ നല്ല ഭംഗിയുണ്ട് ക്ലീറ്റോ കാണാൻ. സ്വർണ്ണമാലയോ? എന്നിട്ട് ഞാൻ പറഞ്ഞടാ ഞാൻ ഇട്ട് നോക്കട്ടെടാന്ന് പറഞ്ഞു. അവൻ എനിക്ക് തന്നില്ല. ഓഹോ, തന്നില്ലെങ്കിൽ വേണ്ട. അതിന് അവന്റെ ഭാര്യയുടെ ഒക്കെ മുമ്പിൽ ചിന്ന കളിയാക്കി. എന്താ പറഞ്ഞ കളിയാക്കി? ജോലിയും കൂലി ഇല്ലാത്ത ഒരുത്തന്റെ ഭാര്യ ഇതൊന്നിട്ട് നടക്കണ്ടോന്ന് പറഞ്ഞു. ഓഹോ, ആ ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, നിനക്ക് എപ്പോഴും ഭയങ്കര ആംഗള സ്നേഹമാണല്ലോ. എന്താവശ്യം പറഞ്ഞാലും ഓടി അങ്ങ് ചെന്നോണം. അവനാ തിരിച്ചതൊന്നും ഇല്ല. എന്നാലും അതവൻ പറഞ്ഞ അത്ര ശരിയായ കാര്യമല്ലല്ലോ. ഇത് ഞാൻ അങ്ങനെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കറിയാം എന്തോ ചെയ്യണമെന്നുള്ളത്. ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അളിയാ, കൊച്ചു കള്ളൻ ഭാഗ്യവാൻ തന്നെ കേട്ടോ അളിയാ. നീ കൊള്ളടിച്ചല്ലേ? എന്താണ്? എത്ര ഉണ്ട്? എന്ത് മാല? 4 5 മാലയോ? കളഞ്ഞു കിട്ടിയത്. ഓ, കളഞ്ഞിട്ടിയ മാല. അതെ, ഇനിയിപ്പോ അത് പണയം വെക്കാനാണോ വിൽക്കാനാണോ? എന്താണ് ഉദ്ദേശം?
വേറെ കാര്യം പണയം വെക്കേണ്ട കളിയാ, അതിങ്ങ് വിറ്റുകളാ, പിന്നെ അതോടെ അങ്ങ് തീരുമല്ലോ. അതെ അതെ, ഇന്നത്തെ പത്ര വില ഞാൻ മേടിച്ചൊരു കളിയിൽ. നീയാണോ സത്യസന്ധനായ പൊതുപ്രവർത്തകൻ? അന്നെ അത് പിന്നെ ഈ ആളും പേരും ഇല്ലാത്തൊരു മുതലിനെ നമ്മൾ എന്തിനാ കളിയാ ചുമന്നുകൊണ്ട് നടക്കുന്നേ? അതിനങ്ങ് കൈയൊഴിഞ്ഞ് കളയി. ഡേ, ആളും പേരും ഇല്ലാന്ന് ആര് പറഞ്ഞെന്ന്? അത് കളഞ്ഞ് കയ്യിൽ വന്നല്ലേ ഉള്ളൂ, അതിനിപ്പോ ആരെങ്കിലും വരുമ്പോ കൊടുക്കാം. ഇനിയിപ്പോ വരാൻ പോകുന്നു അളിയാ, നീ വെറുതെ. അതെ, ഇപ്പൊ നല്ല വിലയുണ്ട് സ്വർണത്തിന്, അത് വിറ്റ് കാശാക്കാൻ നോക്ക്. എൻ്റെ ആളുണ്ട്. അത് വേണ്ട, അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കും. ഉടമ വരുമ്പോൾ ഞാൻ കൊടുക്കും. അളിയന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. നിനക്കിപ്പോൾ എന്താ അത്ര ബുദ്ധിമുട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട്? ഒന്നുമില്ലളിയാ, അതെ, ഒരു അരമണിക്കൂർ സമയത്തേക്ക് എനിക്കതൊന്ന് തരുമോ? എന്തിനാണ്? ഒന്നുമില്ല, തങ്കത്തിന് ആ മാല കാണണമെന്നൊരു മോഹം. ഇച്ചിരി സമയം ഒന്ന് അവളുടെ കഴുത്തിലോട്ട് വെച്ച് നോക്കിയാലേ ഇതുപോലത്തെ ഒരു മോഡലാണോ അവൾ ഉദ്ദേശിക്കുന്നത് വാങ്ങാനെന്നുള്ളതൊക്കെ ഒരു സംശയം അവക്കൊണ്ടേ. ഒന്ന് ഞാൻ ജസ്റ്റ് കൊണ്ടുപോയി കാണിച്ചിട്ട് ഇപ്പൊ തിരിച്ചു കൊണ്ടുതരാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. നിനക്ക് നാണമുണ്ടോ? അല്ല, ഉണ്ടോ? നാണം ഉണ്ടോ നിനക്ക്? ഇപ്പൊ ഒരു മാല വാങ്ങിച്ച് കഴുത്തിട്ട് നോക്കുന്നതിന് എന്തിനാ നാണിക്കണേ? എടാ, കളഞ്ഞു കിട്ടിയ മാലയാണത്. എനിക്ക് കളഞ്ഞു കിട്ടിയ മാല നീ എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് അവളെ കഴുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കണം. എന്ത് കാര്യമുണ്ട്? അവൾക്ക് മാല വേണമെങ്കിൽ നീ വാങ്ങിച്ചു കൊടുക്കണടാ. എന്റെ അളിയ, ആ മാല ഇച്ചിരി അവളുടെ കഴുത്തിലോട്ട് ഇട്ട് വെച്ച് നോക്കിയെന്ന് പറഞ്ഞ മാലയ്ക്ക് നോവൊന്നുമില്ലല്ലോ. നിനക്ക് നോവോ? എനിക്ക് നോവും. എന്തിനു നോവണത്? വല്ലവരുടെ മാലയല്ലേ? എൻ്റെ പെങ്ങളാണത്. അതന്നെ, നിനക്കുണ്ടെങ്കിൽ നീ വാങ്ങിച്ചു കൊടുക്കടാ. അതല്ലേ ചെയ്യേണ്ടത്. സത്യസന്ധൻ വന്നിരിക്കും. ആ, സത്യസന്ധൻ തന്നെ. ഞാൻ അതിന്റെ യഥാർത്ഥ ഉടമ വരുന്നത് വരെ എന്റെ കയ്യിലിരിക്കും. ആരെങ്കിലും അന്വേഷിച്ച് വരുമ്പോൾ ഞാൻ കൊടുക്കും, ഇല്ലെങ്കിൽ ഞാനിത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ഏൽപ്പിച്ച് ഈ വർഷത്തെ സത്യസന്ധതയ്ക്കുള്ള അവാർഡും കൂടെ മേടിച്ച് പുഴുങ്ങി തിന്ന് കേട്ടാ. അല്ല, കള്ളന്മാർ ഇത് കൊണ്ടുപോകാതെ നീ നോക്കി. നിന്റെ പാട്ടിന് പോകാൻ കുടുംബത്തിനും ഗുണമില്ലാത്ത ആണോ? അല്ലാതെ കളഞ്ഞു കിട്ടിയ മാല ഭാര്യയ്ക്ക് ചോദിച്ചു വന്നിരിക്കുകയാണ്. എന്റെ പൊന്ന് കനകം ചേട്ടാ, കൊറേ നേരം ആയാലും തുടങ്ങിയിട്ട്. കഴിയണ്ടേ? എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊള്ളാമോ? കൊള്ളാം. കൊള്ളാമോ? കൊള്ളാം. ആ, അതാ പറഞ്ഞ, അങ്ങനെ പറ. സാറുമാരെ, നിങ്ങളാണ് സ്കൂളിന്റെ പരിസരത്ത് കറണ്ടിന്റെ പണി ചെയ്തോണ്ടിരുന്നേ? അതെ, അവിടെ കറണ്ട് ഇല്ലേ? കറണ്ടുണ്ട് സാറേ. എൻ്റെ ഒരു മാല അവിടെ കളഞ്ഞു പോയി. അത് അടുത്തുള്ള സ്ത്രീ പറഞ്ഞു, സാറുമാർ കുനിഞ്ഞ് അവിടെ നിന്ന് എടുക്കുന്ന കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളാ? ആ, ചേച്ചി, മാല പോയാൽ പോലീസ് സ്റ്റേഷനിലാ പരാതി കൊടുക്കേണ്ടത്. പരാതി കൊടുത്തിട്ടുണ്ട് സാറേ. ആണോ? എത്ര പവന്റെ മാല? 4 പവൻ്റെ. 4 പവന്റെ മാല ചേച്ചിക്കാ? എൻ്റെ മരുമകളുടെ ആയിരുന്നു. കനക, ഒന്നുകൂടെ വന്നേ. അതെ, ഈ ചേച്ചി മാല പോയെന്നും പറഞ്ഞ് വന്നേക്കണം. ചേച്ചി, എൻ്റെ ഒരു മാല കളഞ്ഞു പോയായിരുന്നു. അത് നിങ്ങളവിടെ നിന്ന് കുനിഞ്ഞെടുക്കുന്നതായിട്ട് അപ്പുറത്തെ വീട്ടിലെ സ്ത്രീ പറഞ്ഞായിരുന്നു. എവിടെ നിന്ന് കുനിഞ്ഞെടുക്കണ കാര്യം ഇവര് പറയണ? പറമ്പിൽ, ആ വയലിൻ്റെ കരയിൽ. എവിടെ ചേച്ചി? തിരുമല സ്കൂള്. തിരുമല സ്കൂളിൻ്റെ അടുത്ത്. സ്കൂള് തിരുമലയിലുണ്ട്, അത് കുറെ കാലമായിട്ടുണ്ട്. ചേച്ചിയുടെ മാല എവിടെ നിന്നാണ് പോയത്? എവിടെ വെച്ചാണ് പോയത്? ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ? അല്ല, അടുത്തുള്ള വീട്ടിലെ സ്ത്രീ കണ്ടു, നിങ്ങൾ അവിടെ നിന്ന് കുനിഞ്ഞെടുക്കുന്നതായിട്ട് കണ്ടു. ചേച്ചി ഇവിടെ ഇരിക്കട്ടാ, ഇവിടെ ഇരിക്കും. കുറെ പേര് വരണുണ്ടേ, ആർക്കൊക്കെ കൊടുക്കും? സാർ 3-4 എവിടെ കൂടെ ഞാൻ വരികയാണ്. പിള്ളേരൊക്കെ ഉണ്ട്, പേടിയാവുന്നു സാർ. അത് നിങ്ങളുടെ പ്രശ്നം മനസ്സിലായി. നിങ്ങളുടെ വീടിന്റെ മുകളിൽ ഉടല ലൈൻ കമ്പി, അടുത്ത വീട്ടിലെ മാവിന്റെ കൊമ്പ് ചാഞ്ഞു കിടക്കുന്നു. ഈ മാങ്കൊമ്പങ്ങാനം ഒടിഞ്ഞു വീണാൽ ലൈൻ പൊട്ടി വീഴുമോ എന്നുള്ളതാണ് പേടി. പേടിക്കേണ്ട കാര്യമില്ല, KCB ചെയ്തു തരും. അവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ വെട്ടിത്തരും. ഇതിനുള്ള ആൾ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് പരിഹരിക്കാതെ കുട്ടികളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് പേടിയായതുകൊണ്ടല്ലേ പല പ്രാവശ്യം എന്ന് പറയുന്നത്. നമ്മൾ അതെ, അപ്പുറത്തെ വീട്ടുകാരും പറഞ്ഞിട്ട് കേൾക്കില്ല. നമുക്ക് ഒന്നും നോക്കണ്ട, പോയിട്ടങ്ങ് വെട്ടാ. വലിയ കൊമ്പാണ് സാറേ, ആരെങ്കിലും പുറത്തൊന്നും വേണ്ടി വരും. വേണ്ടി വരുമെങ്കിൽ ചെയ്തു തരും കേട്ടോ. ഇനി ഈ കേസ് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ധൈര്യമായിട്ട്. സാറേ, ഇതപ്പോ മാലയ്ക്ക് വേണ്ട ഒരാൾ വന്നിട്ടുണ്ട്. മാലക്കേ അത് കൊള്ളാം. ഒരു മാലയ്ക്ക് 5 പേര് വരെ. ഇതെന്ത് പാഞ്ചാലിയുടെ മാല? അതാണ് എന്താ ഇപ്പൊ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സ്വർണം തന്നെയാണെന്ന് ഉറപ്പല്ലേ? അത് ഞങ്ങൾ പോയി നോക്കിച്ചു ജ്വല്ലറിയില്. സ്വർണ്ണം അതൊക്കെ ചെയ്തു. നമ്മുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആക്കി. 4 പവൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ വരുമ്പോ ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ സാധനം വരും. അത് നമ്മൾ കൈവച്ചോണ്ടിരിക്കുന്ന സേഫ് ആണോ? ഇല്ല, പെട്ടെന്ന് വിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ ചൊട്ടക്ക് സമ്മതിക്കല്ല. നല്ല 2 പേർ കൂടെ പോയി കിടക്കാം. വല്ലവന്റെ സ്വത്ത് എടുത്ത് വിൽക്കുന്നു. അതല്ലേ വഴി കിടന്ന് കിട്ടിയതാണല്ലോ. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുടെ അടുത്തൂടെ ചോദിക്കുക, സംഭവം ഇത് അവരുടെ തന്നെയാണോന്നൊന്ന് ക്ലിയർ ചെയ്യും. ആണെങ്കിൽ അവർക്ക് തിരിച്ചോടും, ഇല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ ഏൽപ്പിക്കാം. ഇത് കൂടുതൽ ദിവസം കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല, അതാണ്.
അത് കഴിഞ്ഞാൽ പണയം വയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ. ചിലവര് അതിന്റെ അരികൊക്കെ ഇച്ചിരി പൊട്ടിച്ചു വിറ്റാലും 10,000 രൂപ കിട്ടും. 1 മണി എടുത്താൽ ഇത് സൂക്ഷിക്കേണ്ട കേസാണ്. ഇല്ല സാറേ ഞാൻ എങ്ങനെ പോയാലും ഇന്നും കൂടി വെക്കാൻ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യാം? എന്തായാലും അവരുടെ അടുത്ത് കൊണ്ടൊന്ന് ചോദിച്ചു നോക്കാം, അവരുടെ ആണോന്നൊന്ന് നോക്കും. ആയിക്കോട്ടെ. ഇന്നും കൂടി നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും വിളിച്ചോണ്ട് പോ. ഈ ബാസിൽ ഏത് വിധേനെ അത് വിൽക്കുകയോ പണയം വയ്പ്പിക്കുകയോ ചെയ്യും കേട്ടോ. ഒന്നുമില്ല പൊട്ടിച്ചെങ്കിലും എടുക്കും കുറച്ച് പാവം. ആളെത്തിയല്ലോ. സമാനിക്ക് ചോദിക്കാം. വണ്ടി കൊണ്ട് വെച്ചോ. എന്താണ് കനകത്? എന്താ പ്രശ്നം? എനിക്കറിഞ്ഞൂടാ. 2 എണ്ണം കയറി വന്ന് താലി കണ്ടില്ല, മാല കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ബഹളം. നീ എന്നങ്ങോട്ട് പോയി ചോദിച്ചാണ് എന്തുവാണെന്നുള്ളത്. എന്ത് കഷ്ടമെന്ന് പറ. എന്താ എടോ, ഇയാളുടെ ഭാര്യയുടെ 4 പവന്റെ എന്തോ ഒരു ഹൈദരാബാദ് മോഡൽ സ്വർണ്ണമാലേ ആ സ്കൂളിന്റെ അവിടെ വെച്ചിട്ട് കാണാതെ പോയിന്ന്. അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് വന്നേക്കപ്പോ. അതെ ചേട്ടാ അതെ, എന്റെ ഭാര്യയുടെ ഹൈദരാബാദ് ചെയിൻ 4 പവന്റെ മാലയാണ്. അത് ആ സ്കൂളിന്റെ അവിടെ കളഞ്ഞു പോയി. ഇതല്ലടോ ഇപ്പൊ ഞാൻ പറഞ്ഞു. എന്നല്ലേ ഞാനും പറഞ്ഞ. ഞാൻ പറയട്ടെ, മാല അവിടെ അറിഞ്ഞാ പോരത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, മാല എന്റെ തന്നെ. പറയട്ടെ. നിങ്ങൾ പറ. അപ്പൊ ഞാനേ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഭാര്യയാണ് ഭയങ്കര കരച്ചിലും പോകുള്ളൂ. അവിടെ മാല കണ്ടില്ല മാല വാങ്ങി കൊടുക്കാം. കാരണം കഴുത്താൽ നമ്മൾ അഴിക്കുകയില്ല സാധനം. ഞാൻ അവളോട് പറഞ്ഞാൽ ഇട്ടുകൊണ്ട് പോകണ്ടെന്ന്. അവൾ ഇട്ടുകൊണ്ട് പോയതാ, പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ആ കടയിൽ വന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ പൊന്നു ചേട്ടാ നല്ലൊരു മനുഷ്യനെ കണ്ട്. ആ മനുഷ്യൻ എന്നോട് പറയുകയും ചെയ്ത് ഇന്നോടുത്ത് ചേട്ടന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാനത് വാങ്ങിക്കൊണ്ട് പോകാൻ വന്നതാണ്. തരുമായിരുന്നേ വലിയ ഉപകാരം. ഇയാൾ പച്ച കള്ളമാണ് സാർ പറയുന്നത്. എൻ്റെ മാലയാണ്. ഞാൻ എൻ്റെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ നിർത്താം. ഗേറ്റിൻ്റെ അവിടെ നിന്ന് മിസ്സായതാ എൻ്റെ മാല. എന്നെ കണ്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ കള്ളോട് പറയുന്നത്? പിന്നെ ഇയാൾ കണ്ടാലേ അറിയാം ഇയാൾ കള്ളത്തരോ പറയണേ. എൻ്റെ മാല അത് നല്ല ഞാൻ അത് എൻ്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വാങ്ങിപ്പിച്ച എൻ്റെ മാലയാണ്. എന്റെ ഭാര്യ എന്റെ വീട്ടിൽ നിന്ന് കരയുന്നുണ്ട്. ഇയാളെന്റെ ഭർത്താവൊന്നുമല്ല. ശരി നിർത്ത്. നിങ്ങളുടെ ഈ കളഞ്ഞു പോയി എന്ന് പറഞ്ഞ മാല ഉണ്ടല്ലോ, ഏകദേശം അത് എത്ര വരും? അതിപ്പോ 4 പവൻ. 4 പവന്റെ മാല. 4 പവനുണ്ട്. 4 ഭാര്യയുടെ മാലല്ലേ? എത്ര അതിന്റെ ഒരു അളവ് പറ. 1 പവൻ എന്ന് പറഞ്ഞ 8 ഗ്രാം. അതിപ്പോ അറിയില്ലേ? ഇത്രയും വരുമായിരിക്കും. ഇത്രയും വരും. എന്നാ എനിക്ക് കളഞ്ഞു കിട്ടിയ മാല അത്രയില്ല. എനിക്ക് കളഞ്ഞിട്ട് മാല ഇത്രയേ ഉള്ളൂ. എൻ്റെ മാല ഇത്രയുള്ള മാലയാണ് എൻ്റെത്. ആണോ? എന്നാ പിന്നെ നിങ്ങൾക്ക് തരാം കേട്ടോ. എന്താ കനകൻ സാറേ, ഞാൻ എവിടെയൊക്കെ തെരഞ്ഞെന്നറിയോ? എന്റെ ഭാര്യയുടെ ഹൈദരാബാദ് മാല 4 പവന്റെ ചേട്ടനെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ സന്തോഷമായി. അയ്യോ, അത് നിന്റെ ആയിരുന്നാ? അതെന്റെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് മൈസൂർ ഡിസൈൻ അല്ലടാ. മൈസൂർ ഞാൻ ഹൈദരാബാദിൽ നിന്ന് മൈസൂർ വന്ന് അവിടുന്ന് വാങ്ങിയ മാല. അപ്പൊ ഇവന്റെ മാല ആയിരിക്കും. കൊടുത്തേക്ക്. ഒരു കാര്യം ഞാൻ നിനക്ക് തരാട്ടാ. അതെ നിങ്ങളല്ലേ. നിങ്ങൾ പക്ഷെ അളവ് പറഞ്ഞാൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അല്ല എന്തൊരു സംശയം ഞാൻ ഭാര്യ വിളിച്ചോണ്ടിരുന്നേ. വേണ്ടല്ലോ. അല്ലല്ല നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. ഇത്ര അല്പല്ലേ? ഒരാൾ പറഞ്ഞു ഒരു മിനിറ്റ് ഒരു കാര്യം പറയണ്ട. അല്ല ഇതൊക്കെ ആര്? ഒരു വേറെ ആവശ്യത്തിന് വന്നോ? എന്താണ്? അതെ, നിന്റെ കയ്യിൽ ഒരു 4 പവന്റെ മാല കളഞ്ഞു കിട്ടിയിട്ടുണ്ടോ? 4 പവന്റെ മാല കളഞ്ഞു കിട്ടിയിട്ടുണ്ടോ ചോദിക്കാൻ സാർ. നിന്റെ എന്റെ അല്ല, എന്റെ ഫ്രണ്ട് മറ്റേ കോമളനില്ലേ, അവന്റെ ഭാര്യയുടെ മാലയാ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ കനക എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, ഞാൻ ചെന്ന് പറഞ്ഞാൽ അവൻ ഇനി എന്റെ കയ്യിൽ തരും. പിന്നെ വേറൊരു കാര്യം, ഞാൻ 5-10 പറഞ്ഞ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, നമുക്ക് വെള്ളം കുടിക്കാം. ഒരു പണി ചെയ്യാ, നമുക്ക് ഈ തലവേദനക്ക് ഒന്നും നിൽക്കണ്ട, അവന്റെ മാല അങ്ങോട്ട് കൊടുത്തേക്ക്. അതാ നല്ല, ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊണ്ട് കൊടുത്തേക്കാം. അതിനിപ്പോ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എന്താ പ്രശ്നം അറിയാൻ സാറേ, ഈ നിൽക്കുന്നവര് മുഴുവൻ പോകാൻ മാലയുടെ ഓണർമാരാ. അപ്പൊ എന്ത് ചെയ്യും? കോമളന്റെ മാലയ്ക്ക് ഇത്ര അവകാശികളാ? കോമളം നിന്നോട് പറഞ്ഞ പോലെ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. 4 പവനില്ലേ? ഹലോ, അതെ സാറേ, KSB കനകനാണ്. പോലീസ് സ്റ്റേഷൻ. വരാം സാറേ, ഇപ്പൊ വരാം. അത് സാറേ, സാറോ അത് പോയി, പോലീസിന് കേട്ടപ്പോഴേ പോയി. അതെ സാറ് പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാനാ പറയണേ. എന്ത് ചെയ്യണേ? എന്താ ചെയ്യാ, പോവാതിരിക്കാൻ പറ്റുമോ? കനക എന്തേ അമ്മവാ, പോലീസ് സ്റ്റേഷൻ അപ്പൊ വിളിച്ചത് SI മാലയായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ല. എന്തിനാ?
മാല വാങ്ങിക്കാൻ ഈ മാല വാങ്ങിക്കണം എന്നുള്ള ആളുകൾ ഒരു കാര്യം ചെയ്യും, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ. അത് ശരിയായില്ലേട്ടാ, എനിക്ക് പോലീസ് സ്റ്റേഷനിലൊന്നും പോകാൻ പറ്റിയല്ല. സ്റ്റേഷനിലേക്ക് എല്ലാം പറഞ്ഞില്ല, യഥാർത്ഥ അവകാശമായിരുന്നു അവർ കണ്ടുപിടിച്ചോളും. അമ്മ അവൻ എന്തറിഞ്ഞിട്ടാ സംസാരിക്കണേ? സ്വർണം പോയവർക്ക് അതിന്റെ വിഷമം അറിയാൻ പറ്റും. പോയവർക്ക് വിഷമം അറിയാം, നീ എന്തിനാ വിഷമിക്കണേ? അതിപ്പം ആരത് പോയാലും സ്വർണം തന്നെ അല്ലേ? സ്വർണ്ണം തന്നെ. നല്ല കാര്യം നിങ്ങൾ സ്റ്റേഷനിലേക്ക് ശരിയായില്ലേട്ടാ. ഓരോന്ന് വേഷം കെട്ടി നിന്റെ കാര്യം നീ ഇനിയൊരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട, നേരെ നിന്റെ വീട്ടിലേക്ക് വിട്ടോ. ഞാൻ എസ് ഐയോട് പറഞ്ഞിട്ട് ആ മാല നിന്റെ വീട്ടിൽ കൊണ്ടുവരാനുള്ള ഏർപ്പാടുണ്ടാക്കാം. അതെ, നീ എത്രയും പെട്ടെന്ന് മാല സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കാൻ നോക്കി. ഇതിപ്പോ ഈ മാല കേസ് ആകെ പ്രശ്നമായിട്ടിരിക്കണം. മാല എന്റെ കയ്യിലില്ല. പിന്നെ അതൊരു സ്ത്രീ വന്ന് ചോദിച്ചപ്പോ ഞാനത് അവർക്ക് കൊടുത്തു. നീ എന്ത് പണിയുടെ കാട്ടി? ആ സ്ത്രീ ഇവരെ പോലെ വല്ല തട്ടിപ്പേരാണെങ്കിലോ? ഇല്ലമ്മാവാ, അവര് KCBയിൽ വന്നിട്ട് കറക്റ്റ് പോയ സ്ഥലവും അളവും കുറിയും എല്ലാം പറഞ്ഞു. അവരെ കണ്ടപ്പോഴും നമുക്ക് തോന്നി സത്യവും പറയണേന്ന്. അപ്പൊ ഇവന് പാവം തോന്നിയപ്പോ അവർക്ക് കൊടുത്ത്. നന്നായിരിക്കുന്നു. നീ ഇനി പോലീസ് സ്റ്റേഷനിൽ എന്തോ കൊടുക്കൂടാ? എന്തോ കൊടുക്കും? അങ്ങനെ തന്നെ വരണം, ഇവനെ അങ്ങനെ തന്നെ വരണം. ഓരോന്ന് ആലോചിക്കാണ്ട് എടുത്ത് ചടിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? അമ്മാവാ, ഇവനുണ്ടല്ലോ അഹങ്കാരിയാ. എന്തൊക്കെ ഇവിടെ ഇപ്പം നടക്കണം? അല്ല, അറിയാണ്ട് ചോദിക്കാം. അതെ, ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് എനിക്കറിയായിരുന്നു അമ്മാവാ. ചില്ലറ നകളിൽ പോലാണോ അയവ ആ സാധനം കിട്ടിയപ്പോ കാണിച്ചേ? എന്റെ ഈ തങ്കോന്ന് ഇട്ട് നോക്കാൻ വേണ്ടി ചോദിച്ചിട്ട് അവൻ കൊടുത്തില്ല അമ്മാവാ. എന്റെ കണ്ണീരിന്റെ ശാപാട നിനക്കത് തന്നെ വരണം. അമ്മാവ ഇടാൻ തരണ്ട, ഒന്ന് തൊട്ട് നോക്കാൻ സമ്മതിക്കണ്ടേ രണ്ടാളും കൂടി? എന്തായാലും ഇങ്ങനെ ഒരു മാല കിട്ടിയ സ്ഥിതിക്ക് അവർക്കൊന്നും ഇടാൻ കൊടുക്കാറുണ്ട്. ഇടാൻ കൊടുക്കാത്തത് ഓട്ടമ്മാവാ. ഇവ എന്തൊക്കെ അപരാധം എന്നെ പറ്റി പറഞ്ഞെന്നറിയാമോ? ഞാൻ ചെന്നപ്പോ എന്റെ പാവം മുത്തിരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു. അതെ കനക, നമുക്കിത് കിട്ടിയില്ലെന്നങ്ങോട്ട് പറഞ്ഞാലോ? നീ എന്ത് വെട്ടിത്തരാടാ പറഞ്ഞത്? എങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞത്? ഇവിടെ കിട്ടിയെന്ന് അറിഞ്ഞിട്ടാണല്ലോ കണ്ട ആൾക്കാർ മുഴുവൻ കൂടെ എഴുന്നള്ളി ഇത്. എന്നാലും ഇവരൊക്കെ എങ്ങനെ ഇപ്പൊ അറിഞ്ഞെന്നാ ഞാൻ ആലോചിക്കുന്നത്. അറിയാനെന്താ, നാട്ടുകാരെ അറിയിക്കാൻ അവിടെ ആളില്ലാത്തത്? അയ്യോ, ഞാൻ അപ്പുറത്തെ പങ്കയാഴ്ച എടുത്തൊന്നും അറിയാതെന്ന് പറഞ്ഞു പോയി. ഇത്ര തന്നെ മതിയല്ലോ ഒരു പങ്കയാക്ഷി. അവള് വേറെ അടുത്തോട് പറയും, അവള് വേറെ അടുത്തോട് പറയും. ഞാൻ ആ കുടുംബശ്രീയിലെ തങ്കച്ചേച്ചിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ മതിയല്ലോ, അവരോട് പറഞ്ഞാൽ പിന്നെ ന്യൂസ് പേപ്പറിൽ ഇടണ പോലെയാ. നീ കൂടുതലൊന്നും പറയണ്ട. നീ ഫോണിൽ കൂടെ മറ്റേ എറണാകുളത്തുള്ള അവളടുത്ത് വിളിച്ച് പറയുന്നൊക്കെ ഞാൻ. പിന്നെ എറണാകുളത്ത് നിന്ന് അവളിപ്പോ ഇങ്ങോട്ട് വന്ന് പറയാൻ ഫോണില്ല, അവൾ ഇങ്ങോട്ട് വിളിച്ച് പറയത്തില്ല. അൻസാർ വന്ന് അന്വേഷിച്ച സ്ഥിതിക്ക് ഇവൻ തന്നെയാണ് പറഞ്ഞത്. അമ്മാവ അൻസാർ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചമ്മാവാ, ഇത് എങ്ങനെ ഇത് ഇവിടെ വന്നു എന്നൊക്കെ. അവന് ജ്ഞാന ദൃഷ്ടിയാണല്ലോ ഇത് ഇങ്ങോട്ട് ചോദിക്കാൻ. നീ പറയണ്ട എങ്ങനെ അവൻ അറിയണം? നീ അവനോട് പറഞ്ഞു, അവനത് നടരാജനോട് പറഞ്ഞു, അങ്ങനെ പാർട്ടിയിൽ എല്ലാവരും അറിഞ്ഞു. എന്തായാലും ആ സാധനം പോയി, എനിക്ക് സന്തോഷമായി. അങ്ങനെ തന്നെ വേണം. എന്തോന്ന് പറയൂ? ഇനിയിപ്പോ എന്തോ ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ തൊണ്ടി കൊണ്ട് എത്തിക്കണം. എങ്ങനെ കൊണ്ടെത്തിക്കും? അത് എന്റെ ആണെന്ന് പറഞ്ഞ ആരോ വന്നപ്പോ അങ്ങോട്ട് കൊടുത്താക്കില്ലേ? ആരും അല്ലാന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് കൊടുത്തു, അല്ലാണ്ട് പിന്നെ. അതെ, ഇത് എന്റെ ബലമായ ഒരു സംശയം, ഇല്ലാത്തൊരു അമ്മായിയുടെ പേരും പറഞ്ഞിട്ട് യുവമാര് വേറെ ആരൊക്കെ വിറ്റിട്ട് ഇതിന്റെ പൈസ എടുത്ത് പുട്ടടിച്ചു. അത് തന്നെ സംഭവം. ചുമ്മാ അനാവശ്യം പറയരുത്. അടാ നിങ്ങൾ കാര്യത്തിലേക്ക് കിടക്ക്. എടാ അത് സ്റ്റേഷനിൽ ചെന്ന തൊണ്ടി എവിടെയെന്ന് ചോദിക്കും. ഇനിയിപ്പോ ഈ ഹൈദരാബാദ് മോഡലിലെ ഒരു ചെയിന് 4 പവന്റെ ഉണ്ടാക്കി കൊണ്ട് പോകേണ്ടി വരും. അതിന്റെ ഒന്നും കാര്യമില്ല. കനക, നീ വന്നേ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള കാര്യം പറയാം. നീ വാ. ഇവനിത് എന്തെന്നീ പറയുന്നത്? പോലീസ് സ്റ്റേഷനിലോട്ട് അങ്ങ് ചെല്ലല്ലേ? ഇവനാണല്ലോ ഇവനെ കൂടെ കൊണ്ടുവരുന്നത് എല്ലാം ഇല്ലാതാകണേ. എടാ SI സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് പോയില്ലെങ്കിൽ അത് അതിലും വലിയ ബുദ്ധിമുട്ടാവുന്നു. അതൊന്നല്ലേ, നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷൻ പോവാം. നീ ഒന്ന് പോയോക്കടാ. എന്തിന്? എല്ലാം കഴിഞ്ഞ ഒരുത്തനല്ലേ അവന്റെ കൂടെ പോയേക്കുന്നേ. ഞാൻ പറയുന്നത് 2 ദിവസം ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ടയൊക്കെ കഴിച്ച് ജയിൽ എന്താണെന്നൊക്കെ ഒന്ന് പഠിച്ചിറങ്ങട്ടെ അമ്മാവാ. ഇപ്പൊ പഴയ പോലെ അല്ല, ഒരു കേസിന് നമ്മൾ അകത്ത് ചെന്നാ 9 കേസ് നമ്മുടെ തലയിൽ കെട്ടി വെച്ചിരും പോലീസുകാരെ. പഴംപുരാണം പറഞ്ഞോണ്ട് നിൽക്കേണ്ട സമയമില്ലത്. നിനക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ പോയി ഒന്ന് തിരക്ക്. അതെ എടാ, ഈ സമയത്ത് വാശിയൊന്നും വേണ്ട, നേരെ ഒരുപാടായില്ലേ. പിന്നെ ഈ പോലീസ് കേസൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഇറക്കി കൊണ്ടുവരാൻ പറ്റില്ല. അതിന് എന്നെ പോലെ നല്ല പേരും പ്രശസ്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വേണം. അതുകൊണ്ടാ അമ്മാവൻ ആ തോന്നലുണ്ടായല്ലോ. ഞാൻ നേരത്തെ പോവാന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ആ കൂടെ ഉള്ളവൻ ഞാനും കൂടെ പോയാൽ ചിലപ്പോ തൂക്കിക്കൊല്ലൂന്ന്. നീ കൊന്നു കാണുമെന്ന് പറഞ്ഞൂടാ. ചെല്ല് ക്ലീറ്റോ, മതി വാശി കാണിച്ചത്. നമ്മുടെ കൂടെപ്പിറപ്പല്ലേ? കൂടെപ്പിറപ്പെന്നുള്ള വിചാരം അവനില്ലല്ലോ. എടാ നീ പോയിട്ടൊന്ന് ഷർട്ട് മാറ്റിട്ട് നമുക്കൊന്ന് പോയേക്കാം. ഞാനൊന്ന് ഷർട്ട് ഇട്ടെ. ചെല്ല്. വരാൻ അളിയനായി പോയില്ലേ? പെട്ടെന്ന് കേട്ടെ. ഒന്ന് പോടാ. ഒന്നും പേടിക്കാനില്ല തങ്കം, എല്ലാം സോൾവ് ആയി. പാസിലെ വന്ന് തെളിച്ചു പറ.
അമ്മ ഈ മാല കളഞ്ഞു കിട്ടിയപ്പോ തന്നെ ഇവൻ എന്തെങ്കിലും അതിൽ തരികട ഒപ്പിക്കുമെന്ന് ഇവന് മനസ്സിലായി. അതുകൊണ്ട് KSEBയിൽ മാല അന്വേഷിച്ചു വന്ന തള്ളയുടെ ഫുൾ അഡ്രസ്സും വാങ്ങി എന്റെ മൊബൈലിൽ അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായി. ഇത് SIക്ക് കൊടുത്തപ്പോ SI അന്വേഷിച്ച് ആ തള്ളനെ തപ്പിക്കൊണ്ടുവന്ന്. അപ്പൊ മാല അവരുടെ തന്നെയാണ്. പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ വിളിച്ചു കൂട്ടി ഇവനൊരു സ്വീകരണമൊക്കെ കൊടുത്ത് ബൊക്കയും സമ്മാനമൊക്കെ കൊടുത്തിട്ട് ഇവനെ കൊണ്ട് ഒന്നും കൂടി കൊടുപ്പിച്ചു അവർക്ക്. അത് ഫോട്ടോയും എടുത്ത് നാളെ പത്രത്തിൽ വരും. കളഞ്ഞു കിട്ടിയ 4 പവന്റെ മാല തിരിച്ചു കൊടുത്ത് കനകൻ സത്യസന്ധത തെളിയിച്ചെന്നും പറഞ്ഞിട്ട്. എന്റെ മോനെ ഞാനാ വളർത്തിയത്, അല്ലെങ്കിൽ അവൻ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കും. അമ്മ ഇത് എനിക്കുള്ളതല്ല അമ്മ, ഇത് അമ്മയ്ക്കുള്ളതാണ്. എടി നമ്മളെ സത്യസന്ധമായിട്ട് വളർത്തിയിട്ടുള്ള അമ്മയ്ക്ക് കയ്യടിക്കടാ കയ്യടിക്കടാ എനിക്ക് കയ്യടിക്കും. Alien versus Alien.